ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കറിവേപ്പില വെച്ചിട്ട് ഒരു ചമ്മന്തി പൊടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ആദ്യം ഞാൻ കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ല ശരീരത്തിൽ നിന്ന് മുടിക്കും എല്ലാം ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിൽ മുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത് 2 സ്പൂൺ കടലപ്പരിപ്പ്, അതേ അളവിൽ തന്നെ 2 സ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 3 സ്പൂൺ പച്ചമല്ലി. ചമ്മന്തി പൊടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇനി കടലപ്പരിപ്പ്, ആ കടലപ്പരിപ്പും ചേർത്ത് ഒന്ന് ലൈറ്റ് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലി, പച്ചമല്ലി ചേർത്ത് ഒന്ന് നല്ല വഴറ്റിയെടുക്കുക. നല്ല മണം വരുന്നവരെ വഴറ്റണം. ഈ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി 1.5 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അത് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ മൂടി വെച്ചാൽ മതി. മല്ലി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള ഉണക്കമുളക് അത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. മുളകെല്ലാം നല്ല ചൂടായിട്ടുണ്ട്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം കറിവേപ്പില വഴറ്റിയെടുക്കാനായിട്ട്. കറിവേപ്പില നല്ലപോലെ വഴണ്ട് വന്ന് നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്നും കൂടി നമ്മൾ വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ മതിയാവും. ചെറിയ ജീരകമാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത്രയും സാധനങ്ങൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചാൽ മതിയാവും. പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്താനുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടീസ്പൂണോളം വരുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി.
പിന്നെ വേണ്ടത് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഉപ്പ്, പിന്നെ ഒരല്പം പുളിക്ക് ചമ്മന്തിപ്പൊടിക്ക് നമ്മൾ ഒരല്പം പുളി വേണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പെരുങ്കായത്തിൻ്റെ പൊടി ഒരു 2 പിഞ്ച് വരുന്ന രീതിയിൽ ചേർത്തിയാൽ മതിയാവും. ഒരുപാട് ചേർത്താണ്ടാവുക, കുറച്ച് ചേർത്തിയാൽ മതി. എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. നല്ലതുപോലെ പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല നൈസ് ആവണ്ട, ലൈറ്റായിട്ട് തരി വരുന്ന പോലെ പൊടിച്ചെടുക്കുക. സിമ്പിളായിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പം ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.